ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നാം ഉള്ളത് നമ്മുടെ കലോറി ബേണിംഗ് ചലഞ്ചിൻ്റെ 12th ഡേയിലാണ്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് റൺ തന്നെയാണ്. പതിയെ സ്പീഡ് കുറച്ചിട്ടുള്ള റണ്ണിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര കലോറി, 1000 കലോറിയാണ് നമ്മളെ കൺസെപ്ഷൻ. എത്ര കലോറി കുറയുമെന്നുള്ളത് ലാസ്റ്റ് നമുക്ക് പറയാം. പിന്നെ നമ്മൾ രാവിലെ ഓടാൻ വരുന്നതിൻ്റെ മുമ്പ് കഴിക്കുന്ന ഫുഡിനെ കുറിച്ച് ഒരു 2 വാക്ക് നിങ്ങൾക്ക് സംസാരിക്കാം. എണീറ്റ ഉടനെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കഷ്ണം മഞ്ഞൾ ക്ലീൻ ആക്കിയിട്ട് അത് ചവച്ചരച്ച് കഴിക്കും. അതിനുശേഷം ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം അതിൻ്റെ കൂടെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തലേ ദിവസം കുറച്ച് നട്ട്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും. അതിലൊരു 5-6 ബദാം, കുറച്ച് ഡ്രൈ ഗ്രേപ്സ് ബ്ലാക്ക്, ഒരു കുറച്ച് 8-10 കുറച്ച് കാഷ്യൂ, അണ്ടിപ്പരിപ്പ് ഒരു 3-4 പീസ്, പിന്നെ 2 അത്തിപ്പഴം. ഓക്കെ, അത് തലേദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് കഴിക്കും. അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കോഫി. ഇനിയിപ്പോൾ നട്ട്സ് ഇതൊന്നും ഇല്ലെങ്കിലും ഇത് മസ്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഊർജ്ജം, പവർ കിട്ടുന്ന ഓടാനും ഒക്കെ. ബ്ലാക്ക് കോഫിയിൽ ബട്ടർ ഇട്ടിട്ട്, ഷുഗർ ആഡ് ചെയ്യരുത്, ബ്ലാക്ക് കോഫിയിൽ ബട്ടർ ഇട്ടിട്ട് അത് നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ 2-3 തവണ കുടിക്കാം. നല്ല എനർജി ആയിരിക്കും. ഒരു ചെറിയ ടീസ്പൂൺ, ടേബിൾ സ്പൂണല്ല, ടീസ്പൂൺ ബട്ടർ, ഒരു ചെറിയ ഗ്ലാസ്സിൽ ബ്ലാക്ക് കോഫി. ഓക്കെ, അത് കഴിക്കുക. പിന്നെ നമുക്ക് കരുതേണ്ടത് കുറച്ച് വെള്ളം എപ്പോഴും കരുതണം, ഓടുന്ന സമയത്ത് മസ്റ്റാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ കോഴിമുട്ട കഴിക്കുമ്പോൾ ജിമ്മിൽ പോകുന്ന ഒത്തിരി പേരുണ്ട്. കോഴിമുട്ടയിൽ മഞ്ഞ ഒഴിവാക്കി കഴിക്കുന്നവരുണ്ട്. മഞ്ഞ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഞാനും ഒരുപാട് മുമ്പ് ജിമ്മിൽ പോയിരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ചെയ്തിരുന്നതാണ്. മഞ്ഞ ഒഴിവാക്കി കഴിച്ചിരുന്നു. മഞ്ഞ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, മഞ്ഞയും കഴിക്കുക. ഒരു ദിവസം ഒരു 3-4 കോഴിമുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് നമ്മൾ ഏറ്റവും കൂടുതലുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണത്തിനേക്കാളും ഒക്കെ കൂടുതൽ പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിലോട്ട് മാറുക. ഓക്കെ, താങ്ക് യു. ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഓടുന്നത്, എന്നും നമ്മൾ റോട്ടിലൂടെയല്ലേ ഓടാറുള്ളത്. ഇന്നൊരു വെറൈറ്റി വേണമെന്ന് കരുതിയിട്ട് ഇന്ന് കുറച്ച് സിനാവിലുള്ള കാടുകളിലൂടെയാണ് ഓടുന്നത്. ഈ കാണുന്ന ഈ പച്ചപ്പൊക്കെ ഇങ്ങനെ, ഈ കാണുന്ന മരത്തേലൊക്കെ കാണുന്ന പച്ചപ്പൊക്കെ ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ വർഷത്തിൽ ഉണ്ടാകുന്ന അപ്പോഴും ഇപ്പോഴൊക്കെ കിട്ടുന്ന മഴയോ എപ്പോഴെങ്കിലുമൊക്കെ വരുന്ന വാദിയോ അതാണല്ലോ പിന്നീട് വർഷം മുഴുവനും ഈ മരങ്ങൾ ശേഖരിച്ച് വെച്ചിട്ട് അവരുടെ മരങ്ങളുടെ ജീവൻ നിലനിൽക്കുന്നു. കുറേ നേരമായി ശ്രദ്ധിക്കുന്നു, എന്താ ഒട്ടകങ്ങളെയൊന്നും കാണാത്തതാണ്. കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഓടുമ്പോൾ ഒട്ടകങ്ങളെയൊക്കെ മസ്റ്റായിട്ട് കാണേണ്ടത്. ഇപ്പോഴെങ്കിലും ഒരെണ്ണത്തിന് കാണാൻ പറ്റി. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനാവിൽ നിന്നും ഒരു 15 കിലോമീറ്റർ ഉള്ളിലോട്ട് പോന്നിട്ടുള്ള മലയുടെ അടിവാരമാണ്. ഹായ്, നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1500 കലോറി ബേൺ ചെയ്തിട്ടുണ്ട്. ഇന്ന് കാട്ടിലൂടെ മലകളിലൂടെയൊക്കെ ആയിരുന്നു ഓട്ടം. അപ്പോൾ നിങ്ങളാരും അങ്ങനത്തെ ഒരു അറ്റംപ്റ്റിന് ഒറ്റയ്ക്ക് ശ്രമിക്കരുത്, എൻ്റെ റിക്വസ്റ്റാണ്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രം ഇതിന് ശ്രമിക്കുക. കാരണം കാടുകളിലും മലകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഒറ്റയ്ക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കേണ്ടി വരും, പിന്നെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ.